മൂന്നാമത്തെ ഒരു വചനം വളരെ ഒരു അനുഗ്രഹത്തിൻ്റെയാണ്. സങ്കീർത്തനം 20 മുഴുവനായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. വലിയ അഭിഷേകം, വലിയൊരു അനുഗ്രഹത്തിൻ്റെ അധ്യായമാണ് ഈ സങ്കീർത്തനം 20, Psalm 20. അതിൻ്റെ 4-ാമത്തെ വാക്യം, സങ്കീർത്തനം 20:4, കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കട്ടെ എന്ന് പറഞ്ഞ അനുഗ്രഹമാണ്. 20-ാം സങ്കീർത്തനം മുഴുവൻ ഒന്ന് വായിക്കണം കേട്ടോ, ഒന്ന് അടയാളപ്പെടുത്തി കേട്ടണം. എല്ലാ വചനവും ഭയങ്കര ശക്തിയേറിയ അഭിഷേകം നിറഞ്ഞ വചനമാണ്, ഒരു അനുഗ്രഹമാണ്. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. ഒരു കുഞ്ഞ് 3 വചനങ്ങളാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ അനുഗ്രഹത്തിൻ്റെ ഒരുപാട് വചനങ്ങളുണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ശരിക്കും നമ്മൾ ഓരോ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബലമായിട്ട് ഈ വചനവും വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവെ, സങ്കീർത്തനം 20:4 അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയാഭിലാഷം കർത്താവ് സാധിച്ചു തരും, തരണേന്നൊന്നുമല്ല, തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 33:17 പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ സാധിച്ചു തരും. അതുപോലെ ഈശോയെ ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വാസത്തോടെ ആ വചനം ജീവിച്ചുകൊണ്ട് ഈശോയുടെ പ്രീതി നേടി ഈ ഞെരുക്കങ്ങളിലും വേദനകളിലും എല്ലാ സാഹചര്യത്തിലും കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുക. അവിടുന്ന് എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ, നിന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കും.